ഹായ് ഫ്രണ്ട്സ്, മെക്സിയാണേ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ഹീബ്രു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാനല്ലേ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്. ഞാൻ ഈ ഹീബ്രുവിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എങ്ങനെയാണ് മലയാളത്തിൽ വായിക്കേണ്ടതെന്നുള്ളതൊക്കെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഹായ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറയുന്നതുണ്ടല്ലോ, നിങ്ങളുടെ എന്നുള്ളത് ഒരു ആണുങ്ങളോട് എങ്ങനെ പെണ്ണുങ്ങളോട് എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു മിക്സഡ് ഗ്രൂപ്പിനോട് എങ്ങനെ മെൻഷൻ ചെയ്യണമെന്ന് പഠിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരാണും പെണ്ണും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്കുലിൻ പ്ലൂറലിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയായ ആറ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മസ്കുലിൻ പ്ലൂറലിൽ ഉപയോഗിക്കുന്ന ഷെൽഹെം എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത വാക്ക് വരുന്നത് മാൻ എന്നുള്ളത്, അതിന് ഇഷ് എന്ന് പറയും. ഹീബ്രുവിൽ ഇഷ് എന്ന് പറയും. പിന്നെ ഗെവർ എന്ന് പറയും, ഗെവർ. ഓക്കെ, പിന്നെ മെൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുള്ളപ്പോൾ അനഷിം എന്ന് പറയും. ഓക്കെ, ഈ അനഷിം എന്ന് പറയുന്നത് മിക്സഡ് ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. സ്ത്രീകളും പുരുഷന്മാരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് അനഷിം എന്ന് പറയാം. പിന്നെ വുമൺ എന്നുള്ളതിന് ഇഷ എന്നും, ഒന്നിൽ കൂടുതൽ വുമൻ എന്ന് പറയില്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകളുള്ളതിന് നഷിം എന്നും പറയും. ഇഷ, നഷിം എന്ന് പറയും. ഓക്കെ, പിന്നെ യലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് ചൈൽഡ് അല്ലെങ്കിൽ ചൈൽഡ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. എലദിം എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയും പറയും, മിക്സഡ് ഗ്രൂപ്പിനെയും എലദിം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എൽദ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി, എൽദോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ എന്ന് പറയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ. പിന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൺമക്കളുണ്ടെങ്കിൽ അവരെ ബനീം എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എന്നുള്ളത്, ബാത്ത് എന്നുള്ളത് പെൺകുട്ടി. ഒന്നിൽ കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ബനോത്ത് എന്ന് പറയും. കിട്ടിയോ? നിങ്ങൾക്കത് മനസ്സിലായോ? ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ഈ എൽദ പെൺകുട്ടി എന്നുള്ളത് എലദോത്ത് എന്ന് പറയും, എൽദോത്ത് എന്ന് പറയും കേട്ടോ. ചിലവർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എൽദോത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എലദോത്ത് എന്നാണ് ശരിക്കും അത് എഴുതുന്നത്, നമ്മൾ വായിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഞാനിത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ബൈ.